നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. വ്യാഴം 11ലും 12ലുമായിട്ടാണ് പൂരം നക്ഷത്രക്കാർക്ക് സഞ്ചരിക്കുന്നത്. തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. സാമ്പത്തിക ദുരവസ്ഥയൊക്കെ ഒട്ടൊക്കെ പരിഹൃതമാകുന്നതാണ്. സൽപ്രവർത്തികളിലൂടെ സമൂഹ മധ്യത്തിൽ അംഗീകാരങ്ങളൊക്കെ നേടാനുള്ള സാഹചര്യങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. നവസംരംഭങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകി പ്രവർത്തിക്കുവാൻ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ബിസിനസ്സുകാർ ശ്രദ്ധ കാട്ടുന്നതാണ്. പൊതുവെ തൊഴിൽ മേഖലയിലും പൂരം നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയും. രാഹു 7ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അനുരാഗ കാര്യത്തിൽ ശിഥിലത വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിലും ചില അലോസരങ്ങൾ തലപൊക്കിയേക്കാം. വീട് വയ്ക്കാനോ വാങ്ങാനോ വളരെയധികം പ്രയത്നിക്കേണ്ട സ്ഥിതി വരുന്നതാണ്. കേതു ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തെ അത് ബാധിച്ചേക്കാം. അഷ്ടമശനി കാലമാണ്. അതുകൊണ്ട് തന്നെ ഉറ്റവരുടെ വിരഹങ്ങളും വിയോഗവും ഒക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനെ മ്ലാനമാക്കാനും സാഹചര്യമുണ്ട്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി പൊതുവെ നല്ലതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ ആദ്യ പകുതി നല്ലതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നതാണ്. കൂടാതെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ്. എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പൂരം നക്ഷത്രക്കാർക്ക് രോഗശാന്തി ഉണ്ടാകുന്നതാണ്. വീട്, വാഹനം എന്നീ കാര്യങ്ങൾക്ക് വർഷത്തിന്റെ 2ാം പകുതിയാണ് പൂരം നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലപ്രദം. ഇനി നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. പൂരം നക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ഏകദേശം ശുക്രദശ 10 വയസ്സുവരെ ഉണ്ട് എന്ന് കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 16 വയസ്സുവരെ സൂര്യദശ, ഏകദേശം 26 വയസ്സുവരെ ചന്ദ്രദശ, ഏകദേശം 33 വയസ്സുവരെ ചൊവ്വാദശ, ഏകദേശം 51 വയസ്സുവരെ രാഹുർദശ, ഏകദേശം 67 വയസ്സുവരെ വ്യാഴദശ, അതിനുശേഷം ശനിദശ. ഇപ്പോൾ സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങളൊക്കെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് 2026 കൂടുതൽ അനുകൂലപ്രദമാണ്. മറ്റുള്ളവർ ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ പൂരം നക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.